ഹേ ഗായ്സ്, ഇന്ന് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ചോറൂണാണ്. അപ്പം ഞങ്ങൾ റെഡിയായി, കുഞ്ഞാവേം റെഡിയായി. പൗഡറൊക്കെ കുറച്ച് ഏറെ മുഖത്തുണ്ടായതുകൊണ്ട് അന്ന് തൂത്തൊക്കെ കളഞ്ഞു. ആൾ തൂക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടമല്ല ഒട്ടും മുഖത്തൊക്കെ തൊടുന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഒരു റെഡി ടു വെയർ സാരിയാണ്. ഏറ്റവും എളുപ്പമാണ് ഈ റെഡി ടു വെയർ സാരി. നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഈ സാരി ഉടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും അതേപോലെ സാരിയോട് ഇഷ്ടമുള്ളവർക്കും ഈ റെഡി ടു വെയർ സാരി ഒരു ഭയങ്കര നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിലെത്തി. ഞങ്ങളുടെ അമ്പലം, ആദ്യത്തെ അമ്പലം വേമ്പിൻകുളങ്ങര കൃഷ്ണൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഞങ്ങൾ ആദ്യം ചോറൂണ് കൊടുക്കുന്നത്. അപ്പം എൻ്റെ മൂത്ത കുട്ടിക്കും അതുപോലെ തന്നെയായിരുന്നു. അപ്പോൾ അവനെ കുഞ്ഞ് മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഞങ്ങൾ റെഡിയാക്കി. ശരിക്കും ഈ ചോറൂണെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗം അല്ലെ, ആചാരം മാത്രമല്ല, ഇതൊരു തുടക്കമാണ്, ഒരു പുതിയ തുടക്കം. ശരിക്കും 6 months കഴിഞ്ഞിട്ടാണ് ഇത് നടത്തേണ്ടത്. പിന്നെ എനിക്ക് അമ്പലത്തിൽ പോകാൻ കൊതി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവനിപ്പം 5ാം മാസത്തിൽ, ദാറ്റ് മീൻസ് ഇപ്പം 4.5 മാസം ആയതേ ഉള്ളൂ. അപ്പം ജസ്റ്റ് ഒരു ഫോർമാലിറ്റിക്ക് നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞങ്ങളിപ്പോൾ ഫുഡും കാര്യങ്ങളും ഒന്നും ഇപ്പോഴേ കൊടുക്കാൻ തുടങ്ങുന്നില്ല. അത് 6 months കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇവിടെ അമ്മ പറയുന്നത് ആൺപിള്ളേർക്ക് 5ാം മാസത്തിലും അതേപോലെ പെൺപിള്ളേർക്ക് 6ാം മാസത്തിലുമാണ് ചോറൂണ് നടത്തേണ്ടത്. ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളാണോ അതോ ഞങ്ങളുടെ ഇവിടെ മാത്രം ഇങ്ങനെയാണോ എന്നറിയില്ല. നിങ്ങളുടെ അവിടെ എങ്ങനെയാണ്? 6 മാസം കഴിഞ്ഞിട്ടാണോ കൊടുക്കുന്നത്? ഓരോ ആൾക്കാരും ഓരോ രീതിയിലാണ് നടത്തുന്നത്. ചില ആൾക്കാർ ഒരുപാട് ആൾക്കാരെയൊക്കെ വിളിച്ച് ഒരുപാട് വലിയൊരു പരിപാടിയായിട്ട് നടത്തുന്നു. ഞങ്ങൾ വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നടത്തിയത്. ആദ്യത്തെയും ഇതും രണ്ടും വളരെ സിമ്പിളായിട്ട് തന്നെയാണ് നടത്തിയത്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് ഞങ്ങളിങ്ങനെ ചന്ദനമൊക്കെ തൊട്ട് പൂവൊക്കെ വെച്ച് അവൻ ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന്. ഈ കുഞ്ഞു പിള്ളേരുടെ ഓരോ ഫേസ് ഉണ്ടല്ലോ, നമ്മൾ ആ ഒരു മൂമെൻറ്റ് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം. നമ്മൾ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ഇതൊക്കെ ആയിട്ട് നമുക്ക് ശരിക്കും സ്ട്രെസ്ഡ് ഔട്ടായി പോവാറുണ്ട് നമ്മൾ. പക്ഷേ ഈ ഒരു സമയത്തൊരു ബ്യൂട്ടി ഉണ്ട് കേട്ടോ. ആ കുഞ്ഞുങ്ങളുടെ കളിയും ചിരിയും അതേപോലെ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ ഒക്കെ നല്ല രസമാണ്. നമുക്ക് ഈ ഒരു ടൈം വീണ്ടും പിന്നെ തിരിച്ച് കിട്ടില്ല. എൻ്റെ മനുക്കുട്ടൻ തന്നെ എത്ര പെട്ടെന്നാണ് ഈ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഇപ്പോൾ അവന് 10 വയസ്സായി. മനുക്കുട്ടനാണ് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറും വീഡിയോഗ്രാഫറും ഒക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ചോറ് തിരുമേനി കൊണ്ടുപോയി മുന്നേ വെച്ച് ചോറ്, തൈര്, പഴം, ഉപ്പ്, പിന്നെ വെണ്ണ, പിന്നെ സ്വർണത്തിന് വേണ്ടിയിട്ട് എൻ്റെ മോതിരം അവിടെ ഊരി ജസ്റ്റ് ഒന്ന് കഴുകി വെച്ച് ചോറൂണ് തുടങ്ങുവാണ്. ചോറ്, വെണ്ണ, ഉപ്പ്, പായസം, പഴം, ഇതെല്ലാം കൂടെ കൂട്ടി കുഞ്ഞിൻ്റെ വായിക്കകത്തോട്ട് കൊടുക്കാൻ പറഞ്ഞു കുറച്ച്. അപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു ഇവന് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് അവൻ കഴിച്ചു കേട്ടോ. ആക്ച്വലി ഹി ലവ്ഡ് ഇറ്റ്. ഒരു പ്രാർത്ഥനയുണ്ട്, ഇവനൊരു ഫുഡി ആയിരിക്കണേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത കുട്ടിക്ക് ഫുഡിനോട് ഒട്ടും താല്പര്യമില്ല, ഭയങ്കര പിക്കി ഈറ്ററാണ്. അതുകൊണ്ടുകൂടി ഇവൻ നന്നായിട്ട് ഫുഡ് കഴിക്കണേ എന്ന് എപ്പോഴും ഒരു ആഗ്രഹമുണ്ട് എനിക്ക് കേട്ടോ. അച്ഛൻ 3 തവണ വായി വെച്ച് കൊടുത്തു. നെക്സ്റ്റ് എൻ്റെ ടേൺ ആയിരുന്നു. ഞാനും അങ്ങനെ വായി വെച്ച് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ കുഞ്ഞുവാവകളുടെ മുഖം കാണാൻ. ഈ ഫുഡ് ആദ്യമായിട്ട് വായി വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമാണ്. അത് കഴിഞ്ഞ് എൻ്റെ ടേൺ കഴിഞ്ഞിട്ട് അച്ചമ്മ വന്നു. അച്ചമ്മ വായി വെച്ച് കൊടുത്തു. പിന്നെ ചിറ്റമ്മ വന്നു. ചിറ്റമ്മ വായി വെച്ച് കൊടുത്തു. ചേട്ടന്മാർ വായി വെച്ച് കൊടുത്തു. അങ്ങനെ കുഞ്ഞിങ്ങനെ ഇച്ചിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഒരു കാര്യത്തിൽ കോൺഷ്യസ് ആയിരുന്നു. ഉപ്പ് അധികം ചെല്ലാതെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഉപ്പ് കൊടുക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കോൺഷ്യസ് ആയിരുന്നു ആ ഒരു ഉപ്പ് അധികം ഇടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആള് ഇതെന്താ സംഭവിച്ചേ എന്നുള്ളൊരു മട്ടിലിരിപ്പുണ്ടായിരുന്നേ. ഞാൻ ശരിക്കും ശ്രദ്ധിച്ചില്ല. ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. കുഞ്ഞുവാവേനെ ചോറ് കൊടുക്കുന്ന കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് അമ്പലത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരിങ്ങനെ ചുറ്റും നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ജസ്റ്റ് വാഷൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് തുലാഭാരമായിരുന്നു. അപ്പം തുലാഭാരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു അമ്പലത്തിലും പോകാനുണ്ടായിരുന്നു. അത് എറഞ്ഞാൽ ദേവീക്ഷേത്രം, ഇവിടെ അടുത്തുള്ള തന്നെ ഒരു ദേവീക്ഷേത്രമാണ്. എനിക്ക് ദേവീനെ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് കൂടി അവിടെയും കൂടെ നടത്തണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെല്ലാം പ്രോസസ്സ് ഇവിടുത്തെ കഴിഞ്ഞിട്ട് ദൈവത്തിനെയും തൊഴുത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ദേവിയുടെ അടുത്ത് പോയി തൊഴുതു.
അമ്മ നേർന്ന തുലാഭാരമാണ് പഞ്ചസാരയും കൊണ്ട്. ആള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. എന്താണ് നടക്കുന്നത്, നല്ല രസമുണ്ടല്ലോ, അങ്ങനെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ഇതെല്ലാം പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ഭഗവാനെ കണ്ട് തൊഴുത് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ ഒരുപാട് ദിവസം കഴിഞ്ഞാണല്ലോ അമ്പലത്തിൽ പോയി തൊഴുന്നതൊക്കെ. അപ്പം ശരിക്കും ഞാൻ പറഞ്ഞ അമ്പലത്തിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഈ ചോറൂണ് നടത്തിയത് തന്നെ. ഇതാണ് എറഞ്ഞാൽ ദേവി ക്ഷേത്രം. ഇവിടുത്തെ അമ്മ എപ്പോഴും എന്നെ കാക്കുന്നു എന്നുള്ളൊരു വിശ്വാസം എപ്പോഴും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ചോറൂണ് നടത്തി. അങ്ങനെ ആ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്തു. പിന്നെ ആദ്യത്തെ ചോറൂണിൽ ചേട്ടന്മാരുടെ വീഡിയോസ് എടുത്തില്ലെന്ന് പറഞ്ഞ് ചേട്ടന്മാർ ഭയങ്കര വഴക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ചോറൂണിൽ ചേട്ടന്മാരുടെയും കൂടെ വീഡിയോസ് ഞങ്ങൾ എടുത്തു കേട്ടോ. ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിന്നത് ചേട്ടന്മാർ തന്നെയാണ് കേട്ടോ. ചേട്ടന്മാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ചോറ് കൊടുക്കാനും ഒക്കെ. കാരണം അവർക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര കൗതുകമായിരുന്നു. പിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇവന്മാർക്ക്. അത് കഴിഞ്ഞ് എല്ലാം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുത് എല്ലാം ഇറങ്ങിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. കോട്ടയത്തെ ആനന്ദിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയത്. എന്നിട്ട് അവിടെ ഞങ്ങൾ മസാല ദോശയും പൂരിയൊക്കെ കഴിച്ച് കുഞ്ഞാവൻ നല്ല ഉറക്കമായി. ആ ചോറൂണ് കഴിഞ്ഞിട്ട് നല്ല ക്ഷീണമായിരുന്നു അവനെ. അപ്പോൾ അവൻ നല്ലതായിട്ട് ഒന്ന് ഉറങ്ങി അവിടെ. അപ്പോഴത്തേക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്. സാധാരണ അവനിങ്ങനെ അലമ്പൊക്കെ ഉണ്ടാക്കുന്നതാണ് ഫുഡ് കഴിക്കാൻ നേരത്ത്. പക്ഷെ അവൻ ഉറങ്ങിയോണ്ട് എനിക്ക് സമാധാനമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റി. അങ്ങനെ ചോറൂണ് പരിപാടിയെല്ലാം കഴിഞ്ഞു. വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയിൽ. ബൈ.